അമേരിക്കയ്ക്ക് നേരിട്ട് തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുന്നു ഇറാൻ എന്നുള്ള ഏറ്റവും പുതിയ വിവരത്തിലേക്കാണ് പോകുന്നത്. ഇന്ന് നമ്മൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പശ്ചിമേഷ്യൻ യുദ്ധം, അതല്ലെങ്കിൽ നമ്മുടെ റഷ്യ യുക്രൈൻ യുദ്ധം, അങ്ങനെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മറ്റ് യുദ്ധങ്ങൾ, അതുപോലെ തന്നെ മറ്റ് അരാജകത്വങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്കൊരു ആകസ്മികമായിട്ട് തോന്നുന്നുണ്ടോ? ഇത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് തെറ്റിയിട്ടുണ്ട്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വെറുതെ ഒരു കോൺസ്പിറൻസി തിയറി അല്ല. പഠനങ്ങൾക്ക് ശേഷം ഒരുപാട് തെളിവുകളോട് കൂടിയിട്ടാണ് ഞാൻ ഈ വിഷയം നിങ്ങളോടൊന്ന് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്തിട്ടോ മറ്റ് ഏതെങ്കിലും വിധേന നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്യാൻ ശ്രമിക്കുക. ലോകം ഇന്ന് 2026 എത്തി നിൽക്കുമ്പോൾ, പുരോഗതി പ്രാപിച്ച പുതിയൊരു മനുഷ്യവാസം ഇന്ന് നിലനിന്നുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വരാനിരിക്കുന്ന, ഇനി നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും ദുർഘടമായിട്ടുള്ള കുറച്ച് നാളുകളെ കുറിച്ചിട്ടാണ്. തീർച്ചയായിട്ടും ലോകം ഇനി മാറ്റി എഴുതപ്പെടും. കാലങ്ങളായിട്ട് ലോകത്ത് നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഓരോ 100 വർഷം കഴിയുമ്പോഴും ലോകം അതിന്റെ എൻറ്റയർ സ്റ്റോറി മാറ്റി എഴുതപ്പെടുന്ന ഒരു സിസ്റ്റം കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ ലോകത്ത് നിലനിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഞാൻ വെറുതെ ഒരു കോൺസ്പിറൻസി തിയറിക്ക് പറയുന്നതല്ല, വളരെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഈ വിഷയം സംസാരിക്കാൻ പോകുന്നത്. ഓരോ 100 വർഷം കഴിയുമ്പോഴും ലോകം അതിന്റെ മുഴുവൻ ഘടനയെ തന്നെ മാറ്റി എഴുതപ്പെടുന്ന ഒരു സിസ്റ്റം ലോകത്ത് കുറെ വർഷങ്ങളായിട്ട് നിലനിന്നു പോകുന്നുണ്ട്, നൂറ്റാണ്ടുകളായിട്ട് നിലനിന്നു പോകുന്നുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ഇടവേളകളിൽ ലോകത്ത് വരുന്ന വലിയ വലിയ പാൻഡമിക് സിറ്റുവേഷനുകൾ, അതുമൂലം ലോകത്തുണ്ടാവുന്ന ഒരു റീസെറ്റ് എന്ന് പറയുന്നത് ഇതൊരു യാദർശികമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ കുറച്ച് കണക്കുകൾ നിങ്ങളോട് പറയാം. 1720 പ്ലാഗ് ഓഫ് മെർസൈൽ എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ എടുത്തിട്ടുള്ള ഒരു മഹാമാരി ലോകത്ത് വരുന്നു. അതിനുശേഷം ഒരുപാട് യുദ്ധങ്ങൾ ലോകത്ത് വരുന്നു. രാജാക്കന്മാർ തമ്മിലുള്ള പല പല യുദ്ധങ്ങൾ, രാജ്യങ്ങൾ തമ്മിലുള്ള പല പല യുദ്ധങ്ങൾ വരുന്നു. ലോകക്രമം അടിമുടി മാറ്റപ്പെടുന്നു. വീണ്ടും അടുത്ത 100 വർഷത്തിന് ശേഷം നമുക്ക് നോക്കാം. 1820 ഒന്നാം കോളറ പാൻഡമിക് വരുന്നു. ലോകത്തെ സാമ്പത്തിക ക്രമം തന്നെ മാറ്റപ്പെടുന്നു. ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. അതിനുശേഷം ഒരുപാട് യുദ്ധങ്ങൾ വരുന്നു. ലോകക്രമം മൊത്തത്തിൽ മാറ്റി എഴുതപ്പെടുന്നു. വീണ്ടും ഒരു 100 വർഷം കഴിയുമ്പോൾ, അതായത് 1920 ലോകം വീണ്ടും ഒരു വലിയ പാൻഡമിക് സിറ്റുവേഷൻ അഭിമുഖീകരിക്കപ്പെടുന്നു. സ്പാനിഷ് ഫ്ലൂ എന്ന് പറയുന്ന വലിയൊരു വിപത്ത് ലോകത്ത് വരുന്നു. വലിയൊരു പാൻഡമിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം ലോക മഹായുദ്ധങ്ങൾ വരുന്നു. വീണ്ടും ലോകം ക്രമം തന്നെ വീണ്ടും റീസെറ്റ് ചെയ്യപ്പെടുന്നു. വലിയ സാമ്പത്തികമായിട്ടും എക്കണോമിക്കലി അല്ലെങ്കിൽ പൊളിറ്റിക്കലി, അതുപോലെ തന്നെ ഒരുപാട് രീതിയിൽ ലോകം മൊത്തത്തിൽ അതിന്റെ ഘടനയെ തന്നെ മാറ്റെഴുതപ്പെടുന്നു. വീണ്ടും ഒരു 100 വർഷം കഴിയുമ്പോൾ 2020 നമ്മൾ അനുഭവിച്ച, നമ്മൾ ജീവിച്ച നമ്മുടെ കാലഘട്ടത്തിൽ വലിയൊരു പാൻഡമിക് സിറ്റുവേഷൻ വരുന്നു. കൊറോണ എന്ന് പറയുന്ന മഹാമാരി വരുന്ന ലോകത്ത് എല്ലാവരും സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു ആഗോള ലോക്ക്ഡൌൺ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ലോകത്ത് വരുന്നു. നമ്മൾ അതുവരെ കണ്ടിട്ടില്ലാത്ത, നമ്മൾ അതുവരെ ഫേസ് ചെയ്യപ്പെടാത്ത വലിയൊരു സിറ്റുവേഷൻ ലോകത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം പശ്ചിമേഷ്യയിലായിക്കോട്ടെ, റഷ്യ യുക്രൈൻ ആയിക്കോട്ടെ, മറ്റ് ലോകത്ത് പല ഭാഗങ്ങളിലും നിരന്തരമായിട്ടുള്ള യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു. ഇതിനുശേഷം ഇനി വരാൻ പോകുന്ന വലിയൊരു റീസെറ്റിനെ നമ്മൾ കാത്തിരിക്കുന്നത്. പുതിയൊരു ലോകക്രമത്തെ നേരിടാൻ നിങ്ങൾ തയ്യാറാണോ? അപ്പൊ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക, ഇനി എന്താണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയുന്ന നിങ്ങളുടെ അറിവുകളും കൂടെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അത് മറ്റുള്ളവർക്ക് ഇത് ഉപകാരപ്പെടും. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് നാളെ കാണാം. ബൈ.